നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചെന്നൈ റോയിപ്പേട്ട നിവാസികൾക്ക് നിർണായക വിജയം. അമ്മൻ ക്ഷേത്രം പൊളിക്കുന്നത് തടയണമെന്ന അപേക്ഷയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ പിന്തുണ ലഭിച്ചു. ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ ശ്രീ രതിന വിനായകർ ക്ഷേത്രത്തെയും വെസ്റ്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദുർഗൈ അമ്മൻ ക്ഷേത്രത്തെയും ബാധിക്കുന്ന ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തികളോ പൊളിക്കലുകളോ കോടതി സ്റ്റേ ചെയ്തു. മെട്രോ രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിന്റെ ഗോപുരം പൊളിക്കുന്നതിൽ കടുത്ത ആശങ്കയുള്ള ഭക്തർക്ക് ആശ്വാസം പകരുന്നതാണ് ഈ വാർത്ത. ഈ സ്റ്റേ ഉത്തരവ് ഭക്തർക്ക് വലിയ വിജയവും മെട്രോ റെയിൽ അധികൃതർക്ക് കാര്യമായ തിരിച്ചടിയും സൂചിപ്പിക്കുന്നതാണ്. ക്ഷേത്ര പ്രവർത്തകൻ TR രമേശ് പറയുന്നത്, ഹൈന്ദവ ക്ഷേത്രങ്ങളെയും അവരുടെ സ്വത്തുക്കളെയും അവരുടെ പ്രൊജക്ടുകൾക്കായി മെട്രോ റെയിൽ അധികാരികൾ ലക്ഷ്യം വെക്കുന്നതായി തോന്നുന്നില്ല. പക്ഷെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളോ അവരുടെ ഭൂമിയോ വലിയ തോതിൽ സ്പർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അവസാന ആശ്രയമെന്ന നിലയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് കനത്ത നഷ്ടപരിഹാരമോ ബദൽ ഭൂമിയോ നൽകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഇതേ പരിഗണന ലഭിക്കുന്നില്ല. വിരുകാമ്പക്കത്തെ സുന്ദര വരദരാജ പെരുമാൾ ക്ഷേത്രവും കാളിയമ്മൻ ക്ഷേത്രവും തകർക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു. അവിടെ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും മൂലം അധികൃതർ നിർമ്മാണത്തിന്റെ റൂട്ട് പരിഷ്കരിച്ചു. ചെന്നൈ മെട്രോ രണ്ടാം ഘട്ട ജോലികൾക്കായി വെസ്റ്റ് റോഡിലെ ക്ഷേത്ര ഗോപുരം പൊളിക്കാനുള്ള പദ്ധതിയെ റോയിപ്പേട്ട നിവാസികൾ ശക്തമായി തന്നെ എതിർത്തു. വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനത്തിനായി അവർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശ്രീ രതിന വിനായകർ ക്ഷേത്രത്തിന്റെ ഗോപുരം മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ CMRL-നോടും HRCE വകുപ്പിനോടും കോടതി മുൻ വിചാരണയിൽ ഉപദേശിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്ന ബദൽ പരിഹാരങ്ങൾ കണ്ടെത്താനാണ് ഈ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. 250 വർഷത്തിലേറെ പഴക്കമുള്ള ശ്രീ രതിന വിനായകർ ക്ഷേത്രത്തിൽ ഏകദേശം 30-40 വർഷമായി ക്ഷേത്രത്തെ അലങ്കരിച്ച് വാസ്തുവിദ്യാ വിസ്മയമായ 5 നിലകളുള്ള രാജഗോപുരമാണുള്ളത്. ഇത് പൊളിക്കുന്നതിനെതിരെയാണ് ഭക്തർ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീ ദുർഗൈ അമ്മൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീ രതിന വിനായകർ ക്ഷേത്രം ചെന്നൈയിലെ വടക്കോട്ട് ദർശനമുള്ള ഏക ദുർഗാ ക്ഷേത്രമാണ് എന്നതും ഊന്നി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിവാസികളും ഭക്തരും തങ്ങളുടെ ലക്ഷ്യത്തിൽ ഒറ്റക്കെട്ടായതോടെ ശ്രീ രതിന വിനായകർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ആക്കം കൂടിയിട്ടുണ്ട്. ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡ് പതിറ്റാണ്ടുകളായി തലയുയർത്തി നിൽക്കുന്ന 5 നിലകളുള്ള രാജഗോപുരം പൊളിക്കാനുള്ള അവരുടെ ഉദ്യോഗസ്ഥർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇത്തരമൊരു നടപടി നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് നികത്താനാവാത്ത നഷ്ടമുണ്ടാക്കുമെന്നതും നിവാസികൾ വാദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗോപുരത്തിന്റെ പ്രൗഢി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കാനായുള്ള ഒരു മാർഗമായി നൂതന സാങ്കേതിക വിദ്യ നിർദ്ദേശിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ നിർദ്ദേശത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ഒരു CMRL ഉദ്യോഗസ്ഥൻ സംശയവും പ്രകടിപ്പിച്ചു. ക്ഷേത്ര സംരക്ഷണ ഫോറമായ ആലയം കപ്പം ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകനായ മുത്തുരാജ് ഈ നിയമ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ സാംസ്കാരിക പ്രാധാന്യം രമേശ് ഊന്നി പറഞ്ഞു. 1 നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കാലഘട്ടത്തിലെ അവരുടെ ചരിത്ര രേഖകൾ എടുത്തു കാണിക്കുന്നു. കോടതിയുടെ തീരുമാനം ഹിന്ദു ക്ഷേത്രങ്ങളെ അവരുടെ പദ്ധതികൾക്കായി ഒറ്റപ്പെടുത്തുന്ന അധികാരികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇത്.